എടുക്കാൻ പോവാ, കൊല വെട്ടാൻ പോവാ. ആ വെട്ടിക്കോ, ഞാൻ പിടിച്ചിട്ടുണ്ട്. ഞാൻ പിടിച്ചത് നിൽക്കും അപ്പച്ചാ. ഏത്തക്കൊല വെട്ടാൻ പോവാ. അങ്ങനെ നമ്മുടെ വീട്ടിലുണ്ടായ അടുത്ത ഏത്തക്കൊല ഞങ്ങൾ വെട്ടുമായിരുന്നേ. ഇതിപ്പോ എത്രാമത്തെ കൊലയാണ് വെട്ടുന്നത് നമ്മള്? മൂന്നാമത്തെ. ഞാൻ ഈ കയറയിൽ ഇങ്ങനെ പിടിച്ചിരിക്കുക. എൻ്റെ കയ്യിലാണ് ഇപ്പം ഏത്തവാഴ നിൽക്കുന്നു. തെറി പറയല്ലേ, എൻ്റെ വീഡിയോക്കകത്ത് തെറി പറയരുത് കേട്ടോ. എൻ്റെ വീഡിയോക്കകത്ത് തെറി പറയരുത് കേട്ടല്ലോ, കേട്ടോ. തെറി പറയരുത്, തെറി പറയത്തില്ലെന്ന് പറ, തെറി പറയത്തില്ലെന്ന് പറ. പറയത്തില്ല. ഈ അപ്പച്ചൻ ഇവിടെ എന്തുവാ കാണിക്കുന്നെന്ന് എനിക്ക് മനസ്സിലായി. ആ ഇങ്ങോട്ട് പിടിച്ചോളാം. അയ്യോ എനിക്ക് പറ്റുന്നില്ല, വെയിറ്റ് കൂടുന്നുണ്ട്. എൻ്റെ എന്തോ ഭാഗ്യത്തിന് ആ കൊലയ്ക്കൊന്നും പറ്റിയില്ല. അല്ലായിരുന്നെങ്കിൽ എൻ്റെ കാര്യത്തിൽ തീരുമാനമായേനെ. പിന്നെ ഞങ്ങളത് വെട്ടിയൊക്കെ എടുത്തേ. പിന്നെ അപ്പച്ചൻ ആ ഏത്തക്കൊല വെട്ടിയതിൻ്റെ ബാക്കി ആ വാഴയുടെ ഇതെല്ലാം വെട്ടിയെല്ലാം കളയുമായിരുന്നേ. എന്നിട്ട് ഞങ്ങൾ ആ ഏത്തക്കൊല ആ ചാക്കിനകത്തുനിന്ന് പുറത്തെടുത്തേ. ഈ കൊല എന്നാ ചെയ്യുന്നത്, വിൽക്കുവാണോ? പിന്നെ ഇവിടെ എല്ലാവർക്കും വീതിച്ചു കൊടുക്കാൻ പോവാണ് അപ്പച്ചന്. കാരണം അപ്പച്ചന് ഇത് വിൽക്കണ്ട, ഇവിടെ ഉള്ളവർക്ക് കൊടുത്താൽ മതി. ഇത് അപ്പച്ചൻ നട്ട് വളർത്തേന്റെ രുചി ഇവരൊക്കെ അറിയണ്ടേ. കഷ്ടപ്പെട്ട് നട്ട് വളർത്തിയല്ലേ? കഷ്ടപ്പെട്ടത് ഇങ്ങനെ പറിക്കുമ്പോ സന്തോഷാകുമോ? എത്ര കഷ്ടപ്പെട്ടതിന് ഇത്രയും നമുക്ക് കൊല കിട്ടി. മൂന്നാമത്തെ കൊല അപ്പച്ചന്റെ കഷ്ടപ്പാടിന്റെ വില അല്ലേ?